ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ്. ഏത്തപ്പഴം വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പീസ് വേണം, പ്രത്യേകിച്ച് ഏത്തപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പീസ് വേണം എന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിന്നിവിടെ ഈ ഒരു ഏത്തപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പി റെഡിയാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. പിന്നെ ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ 2 ഏത്തപ്പഴവും ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ മിക്സിയുടെ ജാറിലാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം ഇന്ന് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 2 വലിയ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇത്രയും ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം സെറ്റ് ആകുമ്പോൾ ആ തണുപ്പ് വരുമ്പോൾ ഇതിന് മധുരം കുറയും ഐസ്ക്രീമിന്. അതുകൊണ്ടാണ് നമ്മൾ 5 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്തത്. അടുത്തതായിട്ട് ഇതിലേക്ക് വാനില എസൻസ് ആണ് ഞാൻ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 2-3 ഏലക്ക ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ഈ ടീസ്പൂണും ടേബിൾ സ്പൂണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഈ ചെറുത് കണ്ടോ, ഈ സ്റ്റീലിൻ്റെയാണ് ടീസ്പൂൺ. ചെറിയ ഈ ഒരു ടൈപ്പ് സ്പൂണാണ് ടീസ്പൂൺ. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി വലിപ്പം കൂടിയതാണ് ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതാണ് ടീസ്പൂണും ടേബിൾ സ്പൂണും. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കൊക്കോ പൗഡർ ആട്ടോ. നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ കണ്ടോ ടേബിൾ സ്പൂൺ ആണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ടീസ്പൂൺ ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ആണ് മൊത്തം കൊക്കോ പൗഡർ ഇതിലേക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ചോക്കോ ബനാന ഐസ്ക്രീമാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചോക്ലേറ്റ് വേണ്ട, സാധാ ഐസ്ക്രീം മതി എന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ ഒഴിവാക്കിയിട്ട് നമുക്ക് അല്ലാതെ അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലേവറാണ് വേണ്ടതെങ്കിൽ അതും ചേർക്കാം കേട്ടോ. ആ കൊക്കോ പൗഡറിന് പകരം നിങ്ങൾ ഏതെങ്കിലും സ്ട്രോബെറി ഫ്ലേവറോ അതുപോലെ പിസ്ത ഫ്ലേവറോ ഇഷ്ടമുള്ള ഫ്ലേവറും ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല പോലെ ബ്ലെൻഡ് ചെയ്യുക, കാരണം നമ്മുടെ ആ ബനാനയൊക്കെ ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് സ്മൂത്തായിട്ട് വരണം. അതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. ഒരു 500 ml പാലാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 1/2 ലിറ്റർ പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീമിൻ്റെ കൂട്ടൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ചിലവരുടെ ഒരു ഫ്രിഡ്ജിൻ്റെ ഒരു ഇതിൽ ചിലപ്പോൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ക്രിസ്റ്റൽ പോലെ വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ അടയ്ക്കുന്നതിന് മുമ്പ് വല്ല പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് ഈ അടപ്പ് വെച്ച് അടച്ച് വെക്കുകയാണെങ്കിൽ ഐസ് ക്രിസ്റ്റൽ വരത്തില്ല കേട്ടോ. നമുക്കിതിനി ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്തായാലും ഓവർനൈറ്റ് സെറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓവർനൈറ്റ് എന്താണെന്ന്. ഓവർനൈറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു രാത്രി മുഴുവൻ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതിനാണ് ഓവർനൈറ്റ് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാം. വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു കണ്ടെയ്നർ കുറച്ച് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കുക. 1 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് കമത്തിയാൽ നമുക്ക് കട്ട് ചെയ്തിട്ടും കഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാൻ സുമീസ് ടേസ്റ്റി കിച്ചൻ സ്പ്രിങ്കിൾസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് കുറച്ച് ഷുഗർ ബാൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലെ ഒരു അംഗമാവുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് പേര് കുറേയേറെ റെസിപ്പീസൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാം. തുടരെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.